everyone, welcome to Kids Area Online. Class 1 Integration exam ആണ് നാളെ. എല്ലാവരും എക്സാമിനായിട്ട് പഠിച്ചോ? പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന്റെ ആൻസേഴ്സും എങ്ങനെ എഴുതുന്നു നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ പ്രവർത്തനം, ഒന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വായിക്കാം വരച്ചു ചേർക്കാം. വായിക്കാം വരച്ചു ചേർക്കാം. വായിച്ചിട്ട് എന്ത് ചെയ്യാ? ദാ ഇവിടെ വരച്ചു ചേർക്കാനായിട്ടുണ്ട്. പട്ടം പറന്നു പാട്ടുപാടി ലാ ലാ ലാ. പറവ പറന്നു പറവ പാടി തന തന താന. മഴ വന്നു മഴ പാടി ചറ പറ ചറ പറ. അപ്പൊ പട്ടം പറന്നു പാട്ടുപാടി എങ്ങനെയാ? ലാ ലാ ലാ. പറവ പറന്ന് എങ്ങനെയാ പാടിയേ? തന തന താന. മഴ വന്ന് എങ്ങനെയാ പാടിയേ? ചറ പറ ചറ പറ. അപ്പൊ ഇത് പറവ. പറവ എങ്ങനെയാ പാട്ട് പാടിയേ? ലാ 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 എന്നാണോ? തന തന താന എന്നാണോ? ചറപറ ചറപറ എന്നാണോ? എങ്ങനെയാ പാടിയേ? പറവ എങ്ങനെയാ പാടിയേ? യെസ്, എങ്ങനെയാ പാടിയേ? തന തന താന. തന തന താന. കണ്ടോ, ഇവിടെ തന്നെ ഉണ്ട്. പറവ പറന്നു പറവ പാടി തന തന താന. അടുത്താരാ? മഴ. മഴ എങ്ങനെയാ പാടിയേ? മഴ വന്നു മഴ പാടി ചറപറ 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 ചറപറ. അടുത്ത പട്ടം. പട്ടം എങ്ങനെയാ പാട്ട് പാടിയേ? പട്ടം പറന്നു പാട്ടുപാടി ലാ ലാ ലാ. ഓക്കേ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വായിച്ചിട്ട് ചിത്രത്തിൽ അടയാളപ്പെടുത്താനുണ്ടാവും. ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ക്ലാസ്സിൽ ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ ഇരിക്കണം. ശ്രദ്ധയോടെ ഇരുന്നാലേ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. എന്നിട്ട് ശരിയായിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം? തെറ്റാതെ വരച്ചു ചേർക്കണം. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ആരും തെറ്റിക്കില്ല കേട്ടോ. ഓക്കേ, പ്രവർത്തനം 2ലേക്ക് പോകാം. പ്രവർത്തനം 2, പൂവും പട്ടവും. പൂവും പട്ടവും. പറയാം എഴുതാം. ഇത് പട്ടം, ഇത് പൂവ്. പൂവിൽ ചെടിയാണ് കേട്ടോ. ഇതൊരു ചെടിയാണ്. ചെടിയിൽ ഇലയുണ്ട്, പൂവുണ്ട്. ഓക്കേ, അപ്പോൾ പൂവും പട്ടവും. പൂവ് ചോദിക്കുകയാണ് ചെടിയോട്. ചെടി ആരോടാ ചോദിക്കുന്നേ? ഇവിടെ നോക്കി, ഇതാ ഇയാളോടാ ചോദിക്കുന്നേ. നീ നീ ആരാ? എന്താ ചോദിക്കുക? നീ ആരാ? അപ്പൊ ഇല എന്താ പറയാ? ഞാൻ ഇല. നീ ആരാ? ഇല എന്താ പറയാ? ഞാൻ ഇല. നീ ആരാ? ഇല എന്ത് പറയുന്നു? ഞാൻ ഇല. ഇവിടെ നോക്കിയേ. അടുത്ത് വീണ്ടും പട്ടം ചോദിക്കുക. നീ ആരാ? എന്താ പറയാ? ഞാൻ പൂവ്. ഞാൻ പൂവ്. പട്ടം ചോദിച്ചു നീ ആരാ? ഞാൻ പൂവ്. ഇതുപോലെ നമുക്ക് എഴുതാനുണ്ട്. ഇപ്പോൾ ആട്. ആടിനോട് ചോദിച്ചു കഴിഞ്ഞാലോ? നീ ആരാ? എന്താ പറയാ? ഞാൻ ആട്. ഞാൻ ആട്. അപ്പൊ നീ ആരാ എങ്ങനെയാ എഴുതുക?
നീ ആ രാ. നീ ആരാ? അപ്പൊ ഇത് നീ ആരാ. എങ്ങനെയാ മറുപടി പറയാ? ഞാൻ. ഇതാണ് ഞാ കേട്ടോ. ഞാക്ക് ആ ചിഹ്നം കൊടുക്കുമ്പോൾ ഞാ. ഞാൻ. ഞാൻ ആരാണോ അത് എഴുതുക. ഇലയാണെങ്കിൽ എന്തെഴുതണം? ഇല. ഇല. പൂവാണെങ്കിൽ എങ്ങനെ എഴുതാം? പൂവ്. പൂവ്. പുഴു ആണെങ്കിൽ എന്തെഴുതണം? പുഴു. പുഴു. കാറ്റർപില്ലർ പുഴു നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ ബുക്കിൽ. ഇല തിന്നുന്നത് ആരാ? ഇത് ഈ ചെടിയുടെ ഇല കഴിക്കാൻ വന്നത് ആരൊക്കെയാ? പുഴുവും ആടും. അപ്പൊ ഞാൻ പുഴു. എങ്ങനെ എഴുതുക? പുഴു. പുഴു. ഇനി ഞാൻ ആട്. ആട് എന്നെങ്ങനെ എഴുതുക? ആട്. ആട്. അപ്പൊ നീ ആരാ? ഞാൻ ഇല. ഞാൻ പൂവ്. ഞാൻ പുഴു. ഞാൻ ആട്. ഞാൻ ഉറുമ്പ്. ഞാൻ തത്ത. എന്താണോ ചിത്രത്തിലുള്ളത് അത് തെറ്റാതെ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ. അടുത്തതിലോട്ട് പോവാവേ. അടുത്ത പ്രവർത്തനം എന്താണ്? പൂവും കൂട്ടുകാരും. അടുത്തത് എന്താണ്? പൂവും കൂട്ടുകാരും. പൂവിന്റെ കൂട്ടുകാരെ കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ. പൂവിന്റെ കൂട്ടുകാരെ കണ്ടെത്തൂ, വരച്ചു ചേർക്കൂ. ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ട്. പൂമ്പാറ്റ, കോഴി, വണ്ട്, തേനീച്ച, തുമ്പി, തേൻകുരുവി, താറാവ്. ഇതിൽ പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാ? ആദ്യം നമുക്ക് പൂമ്പാറ്റ നോക്കാം. പൂമ്പാറ്റ. പൂമ്പാറ്റ പൂവിന്റെ കൂട്ടുകാരനാണോ? അതെ, പൂമ്പാറ്റ പൂവിന്റെ കൂട്ടുകാരനാണ്. കോഴി. കോഴി കൂട്ടുകാരനാണോ? നോ. വണ്ട്. വണ്ട് പൂവിന്റെ കൂട്ടുകാരനാണോ? അതെ, വണ്ട്. തേനീച്ച. തേനീച്ച പൂവിന്റെ കൂട്ടുകാരനാണോ? അതെ, തേൻ കുടിക്കാൻ വരും അല്ലേ? തേനീച്ച. തുമ്പി. തുമ്പി പൂവിന്റെ കൂട്ടുകാരനാണോ? അതെ, തുമ്പി പൂവിന്റെ കൂട്ടുകാരനാണ്. തേൻകുരുവി. തേൻകുരുവി പൂവിന്റെ കൂട്ടുകാരനാണോ? അതെ, തേൻകുരുവി കൂട്ടുകാരനാണ്. താറാവ് കൂട്ടുകാരനാണോ? അല്ല. അപ്പൊ കോഴി, താറാവ് പൂവിന്റെ കൂട്ടുകാരാണോ? ഇല്ല. പൂവിന്റെ കൂട്ടുകാരുടെ പേര് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? ആദ്യം പൂവിന്റെ കൂട്ടുകാരനായിട്ട് വന്നത് ആരാ? പൂമ്പാറ്റ. പൂമ്പാറ്റ. പൂമ്പാറ്റ പൂവിന്റെ കൂട്ടുകാരനാണ്. വേറെ ആരാ ഉള്ളേ? വണ്ട്. വണ്ട് എങ്ങനെ എഴുതുക? വണ്ട്. തേനീച്ച. തേനീച്ച. തുമ്പി. തുമ്പി. ഇനി ആരാ? തേൻകുരുവി. തേൻ കുരുവി. തേൻകുരുവി. അപ്പൊ പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാണ്? പറഞ്ഞേ, പൂവിന്റെ കൂട്ടുകാർ ആരൊക്കെയാ? നിങ്ങൾക്ക് അറിയാവുന്നവർ പറഞ്ഞേ, ആരൊക്കെയാ പൂവിന്റെ കൂട്ടുകാർ? പൂമ്പാറ്റ, വണ്ട്, തേനീച്ച, തുമ്പി, തേൻകുരുവി. തെറ്റിക്കില്ലല്ലോ. ഇനി ആരും തെറ്റിക്കില്ലല്ലോ. എല്ലാവർക്കും അറിയാലോ. പൂവിന്റെ കൂട്ടുകാരെ മനസ്സിലായില്ലേ? മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, എത്രയെത്ര പക്ഷികൾ? എത്രയെത്ര പക്ഷികൾ കൊക്കുകളും, കൊക്കെന്ന് പറഞ്ഞാൽ അതിന്റെ ചുണ്ട്, കാലുകളും കണ്ടെത്തി വരച്ചു ചേർക്കുക. ഇവിടെ ഓരോ പക്ഷികളുണ്ട്. ആ പക്ഷിയുടെ കൊക്കും കാലും ഇവിടെ നൽകിയിട്ടുണ്ട്. അതും കണ്ടെത്തി കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. ഇതാരായിരിക്കും? തത്ത. തത്തയുടെ കൊക്കും കാലും ഏതാ? ഇതാണോ? നോ, വളഞ്ഞ ചുണ്ടാണ്.
ഇതാണ് തത്തമ്മയ്ക്ക് എങ്ങനത്തെ ചുണ്ടാ? വളഞ്ഞ ചുണ്ടാണ്. തത്തമ്മയ്ക്ക് വളഞ്ഞ ചുണ്ടാണ്. അപ്പൊ ഇതാണ് തത്തയുടെ കൊക്കും കാലും. ഓക്കെ, അടുത്ത ആരാണ്? ഇതാരാണ്? പരുന്ത്. പരുന്ത്. പരുന്തിന്റെ കൊക്കും കാലും ഏതാ? പരുന്ത് ഇതാണ്. നല്ല നീളത്തിൽ വളഞ്ഞിരിക്കുന്ന കൂർത്ത ചുണ്ടാണ് ആർക്കുള്ളത്? പരുന്തിന് കൂർത്ത ചുണ്ടാണ്. നല്ല കൂർത്ത നഖങ്ങളും ഉണ്ട് കാലിൽ. കണ്ടോ? ഇതാരുടേതാണ്? പരുന്ത്. ഇനി ലാസ്റ്റ് കൊക്ക്. കൊക്കിന്റെ ചുണ്ടും കാലും. കൊക്കും കാലും ഏതാ? ഇതാ നീളമുള്ള കൊക്കാണ്. നീളമുള്ള കാലാണ് ആർക്കാ? കൊക്കിന്. അപ്പൊ ഇതുപോലെ കാലും കൊക്കും നൽകിയിരിക്കും, അല്ലെങ്കിൽ കാല് മാത്രം നൽകിയിരിക്കും. എങ്ങനെയാലും കണ്ടെത്താൻ അറിയാലോ നിങ്ങൾക്ക്? അറിയില്ലേ? വരയ്ക്കില്ലേ? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഏതെങ്കിലും രണ്ട് പക്ഷികളുടെ പേരെഴുതൂ. അടുത്ത ചോദ്യമാണ്, ഏതെങ്കിലും രണ്ട് പക്ഷികളുടെ പേരെഴുതൂ. കാക്ക എല്ലാവർക്കും അറിയാലോ. കാക്ക. കാക്ക കാക്ക എഴുതാൻ അറിയാലോ. കാ ക കാക്ക. കാക്ക. മൂങ്ങ എഴുതാൻ അറിയാവോ? മൂങ്ങ. മൂ മൂ ങ്ങ മൂങ്ങ. ഇനി വേറെയുണ്ട്, പരുന്ത്, തത്ത. എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പക്ഷികളുടെ പേരെഴുതുക. തത്ത, പരുന്ത്, കോഴി, താറാവ് എല്ലാം എഴുതാം. താ റാ വ് താറാവ്. കാക്ക, മൂങ്ങ, തത്ത, താറാവ്. മനസ്സിലായോ? പക്ഷികളുടെ പേരെഴുതാൻ അറിയാലോ. അറിയാം. അടുത്ത ചോദ്യം, പട്ടത്തിന്റെ കാഴ്ചകൾ. പട്ടം മുകളിലൂടെ പറക്കുകയായിരുന്നു. താഴേക്ക് നോക്കിയപ്പോ ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു. ഇവരുടെ പേരെഴുതാവോ? പേരെഴുതാമോ? ഓക്കെ, ആദ്യം ആരെയാ കണ്ടേ? പട്ടം ആദ്യം ആരെയാ കണ്ടേ? ഇതാരാ? സൂര്യൻ. ആരാ? സൂര്യൻ. സൂര്യൻ എന്ന് എങ്ങനെ എഴുതുക? സൂര്യൻ. സൂ സൂ ര്യ സൂര്യൻ. സൂര്യൻ. ഇതാരാ? മരം. മുകളിൽ നോക്കി മരം കണ്ടു. മരം. രം മരം. ഇതാരാണ്? മഴ. മഴ. ചെടി. ചെടി എന്ന് എങ്ങനെ എഴുതുക? ചെടി. ഇതാരാ? പക്ഷികൾ, പറവകൾ. പറവ. ഓക്കെ, അപ്പൊ ചിത്രം നോക്കി പട്ടത്തിന്റെ കാഴ്ചകൾ എഴുതാൻ പറഞ്ഞു. സൂര്യൻ, മരം, മഴ, ചെടി, പക്ഷികൾ അല്ലെങ്കിൽ പറവകൾ. ഓക്കെ, മനസ്സിലായോ? എഴുതാൻ മനസ്സിലായോ? സൂര്യനെ എങ്ങനെ എഴുതുക? സൂര്യൻ. ഓക്കെ, ബാക്കിയെല്ലാം എഴുതാൻ അറിയാലോ. മനസ്സിലായോ? അടുത്ത ചോദ്യം, താഴെ നൽകിയിട്ടുള്ള ചിത്രത്തിലെ പക്ഷികളുടെ പേര് എഴുതുക. അവയ്ക്ക് അനുയോജ്യമായ നിറവും നൽകുക. താഴെ കുറച്ച് പക്ഷികളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ആ പക്ഷികളുടെ പേരും എഴുതണം. അവയ്ക്ക് അനുയോജ്യമായ നിറവും നൽകണം. കണ്ടോ? ഇതാണ് പക്ഷികൾ. ഈ പക്ഷികളുടെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇതാരായിരിക്കും? ഇതാരാ? ഈ ഇങ്ങനത്തെ വളഞ്ഞ ചുണ്ടുള്ളത് ആരാ? തത്ത. ആരാണ്? തത്ത. ത
തത്ത. ഇതാരായിരിക്കും? ടീച്ചറുടെ എഴുതാവേ. ഇതാരാണ്? തത്തയാണ്. ഇതാരാണ്? തത്ത. ത ത തത്ത. ഇനി നീളം ചുണ്ടുള്ള ദാ ഇവിടെ നോക്കിയേ, പൂവിൽ നിന്ന് തേൻ കുടിക്കാൻ പോകുന്ന ഇതാരാണ്? തേൻ കുരുവി. തേൻ കുരുവി. തേൻ കുരുവി. കണ്ടോ? നീളമുള്ള ചുണ്ടുണ്ട്. തേൻ കുടിക്കാൻ പോവാണ്. ഇതാരാ? തേൻ കുരുവി. ഇനി ഇവിടെ ഒരാൾ ഇതാ ഇവിടെ ഈ മരക്കുറ്റിയിൽ ഇരിപ്പുണ്ട്. നല്ല നീളം ചുണ്ടാണ്. തേൻകുരുവിയെ പോലെയല്ല, കാണാൻ വ്യത്യസ്തമാണ്. ഇതാരാ ഇങ്ങനെ ഇരിക്കുന്നേരാ? തേൻകുരുവിയുടെ ചുണ്ട് പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. ആരാണ്? പൊന്മാൻ. ഈ പക്ഷിയുടെ പേരെന്താ? പൊന്മാൻ. പോ മാ പൊന്മാൻ. പൊന്മാൻ. ഇതാരാണ്? പൊന്മാൻ. ഇനി ഇതാരാ? ഇതാരാ? മൂങ്ങ. ആരാ? മൂങ്ങ. മൂങ്ങ. ഇനി തലയിൽ തൊപ്പിയുള്ളത് ആർക്കാണ്? തലയിൽ തൊപ്പിയുള്ളത് ആർക്കാണ്? കണ്ടോ? തലയിൽ തൊപ്പി കണ്ടോ? ഇതാരാണ്? മരം കൊത്തി. മരം. മരം കൊത്തി. മരം കൊത്തി. മരം കൊത്തി. ആരാണ്? മരം കൊത്തി. ഇനി ഇവിടെ ഇത് നിങ്ങൾക്ക് അറിയായിരിക്കല്ലോ. ഇതാരാണ്? ചുണ്ട് കണ്ടിട്ട് പറഞ്ഞു, ഇതാരാ? കാക്ക. ആരാണ്? കാക്ക. കാക്ക. ഈ ഇങ്ങനത്തെ ചുണ്ടുള്ളത് ആർക്കാണ്? ഇതാരാ? മുകളിൽ വട്ടമിട്ട് പറക്കുന്നത് ആരാ? പരുന്ത്. കണ്ടോ? ഇതാരാണ്? പരുന്ത്. പരുന്ത്. പരുന്ത് എഴുതാൻ ഈ യാണ് കേട്ടോ. പരുന്ത്. കണ്ടോ? പരുന്ത്. ഇതാരാണ്? പരുന്ത്. അപ്പൊ നമ്മൾ ഒത്തിരി പക്ഷികളെ ഇതിന്ന് കണ്ടുപിടിച്ചു. ഇനി മഞ്ഞക്കിളി ഉണ്ട് ഇവിടെ. മഞ്ഞക്കിളി. ഈ മുകളിൽ ഇരിക്കുന്ന ആരാ? മഞ്ഞക്കിളി. മഞ്ഞക്കിളികൾ ഉണ്ട് കണ്ടോ? അപ്പൊ ആരൊക്കെയുണ്ട് ഇവിടെ? പറഞ്ഞേ. തത്ത, തേൻകുരുവി, പൊന്മാൻ, മൂങ്ങ, മരം കൊത്തി, കാക്ക, പരുന്ത്. ഇനി വേറെയുണ്ട്. മഞ്ഞക്കിളി. ഇതൊക്കെ നമുക്ക് മഞ്ഞക്കിളി ഇതാ ഇവിടെയുണ്ട് കേട്ടോ. മഞ്ഞക്കിളി ഇവിടെയുണ്ട്. മഞ്ഞക്കിളി. ഇതാരാണ്? മഞ്ഞക്കിളി. മഞ്ഞക്കുരുവി. മഞ്ഞക്കിളി അല്ലെങ്കിൽ മഞ്ഞക്കുരുവി. മഞ്ഞക്കിളി. ഓക്കെ. മഞ്ഞക്കിളി. അപ്പോ ഈ പക്ഷികളുടെ പേര് നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ഇനി ഇതിന് നിറം കൊടുക്കണം. നിറം കൊടുക്കുന്നത് എങ്ങനെയാ? തത്തയ്ക്ക് എന്ത് നിറമാണ്? പച്ച. തത്തയ്ക്ക് എന്ത് നിറം കൊടുക്കണം? കണ്ടോ? നിങ്ങൾ തെറ്റാതെ നിറം കൊടുക്കണം കേട്ടോ. തത്തയ്ക്ക് പച്ച നിറം. തത്തയെ കണ്ടാൽ തത്തയ്ക്ക് എന്ത് നിറം കൊടുക്കണം? പച്ച. പച്ച നിറം ആർക്കാണ്? തത്തയ്ക്ക്. തത്തയുടെ ചുണ്ടിന് ചുവപ്പ് നിറമാണ്. തത്തയുടെ ചുണ്ടിന് ചുവപ്പ് നിറം. അടുത്ത് വേറെ ആരാ ഉള്ളേ? പൊന്മാൻ. പൊന്മാൻ എന്ത് നിറമാണ്? നീല നിറം. പൊന്മാന് നീല നിറം. പൊന്മാന് നീല നിറം. തേൻകുരുവിക്ക് പച്ചയും ചുവപ്പും ഓറഞ്ച് കളറൊക്കെ മിക്സ്ഡ് ആണ്. ഇനി മരം കൊത്തിയുടെ പൂവിന് എന്ത് നിറമാണ്? ചുവപ്പാണ്. ചുവപ്പ് നിറമാണ്. മൂങ്ങയ്ക്ക് തവിട്ട് നിറമാണ്. ബ്രൗൺ. മൂങ്ങയ്ക്ക് തവിട്ട് നിറമാണ്. മൂങ്ങയ്ക്ക് തവിട്ട് നിറം. ഓക്കെ. കാക്കയ്ക്ക് കറുപ്പ് നിറം. കാക്കയ്ക്ക് കറുപ്പ് നിറം കൊടുക്കാം. കാക്കയ്ക്ക്
കറുപ്പ് നിറം. മഞ്ഞക്കിളിക്ക് മഞ്ഞ നിറം. മഞ്ഞക്കിളിക്ക് മഞ്ഞ നിറം. ഓക്കെ. അപ്പൊ ഇതുപോലെ കിളികൾക്ക് നിറം കൊടുക്കാൻ അറിയാലോ. തത്തയ്ക്ക് പച്ച, പരുന്തിനും ബ്രൗൺ നിറമാണ്. പരുന്തിന് ഏത് നിറമാണ്? ബ്രൗൺ ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? എല്ലാവർക്കും നിറം കൊടുക്കാനായിട്ട് അറിയാലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേരെഴുതുക. വീട്ടിൽ വളർത്തുന്ന ജീവികൾ. വീട്ടിൽ വളർത്തുന്ന ഏതൊക്കെ ജീവികളെ അറിയാം? വീട്ടിൽ വളർത്തുന്ന ജീവികൾ ഏതൊക്കെ അറിയാം? ഇതാരാണ്? പശു. ഇതാരാണ്? പശു. പശുവിനെ അറിയാം. പാ എഴുതിയിട്ട് ഷു എഴുതുക. അപ്പൊ പശു. പശു. ഇതാരാ? പൂച്ച. 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 ഇതാരാ? കോഴി. വീട്ടിൽ വളർത്തുന്ന ജീവികളാണ് കേട്ടോ. കോഴി. കോഴി. ഇതാരാ? നായ. നായ. ഇനിയുണ്ട്. ഇതാരാ? മുയൽ. മുയൽ. ഇനി വേറെ ആരുണ്ട്? ആട്. ആട്. ഇനി വേറെ ആരുണ്ട്? താറാവില്ലേ? താറാവ്. താറാവ്. തത്ത. തത്തയും വീട്ടിൽ വളർത്താറുണ്ട്. തത്ത. മീൻ വീട്ടിൽ വളർത്തും. എരുമയെ വീട്ടിൽ വളർത്തും. ഓക്കെ, അപ്പൊ വീട്ടിൽ വളർത്തുന്ന ജീവികളുടെ പേര് എഴുതാവോ. നിങ്ങൾക്ക് 5 പേര് എന്തായാലും എഴുതാൻ അറിയാലോ. പഠിച്ചു വെക്കുക കേട്ടോ. ഒരു 5 എണ്ണം തെറ്റാതെ പഠിച്ചു വെക്കുക. പശു, പൂച്ച, നായ, കോഴി, ആട്, മുയൽ, താറാവ്, തത്ത. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. ഇനി ഇതിൽ നിന്നും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. വീട്ടിൽ ഇവ വളർത്തുമല്ലോ. ഇതിൽ പാൽ തരുന്ന ജീവികൾ ആരൊക്കെയാ? പാൽ തരുന്നത് ആരൊക്കെയാ? പശു തരും. പാൽ തരുന്നത് ആരൊക്കെയാണ്? പാൽ തരുന്ന ജീവികൾ. പാൽ തരുന്ന ജീവികൾ പശു. പിന്നെ ആരുണ്ട്? ആട്. ആട്. അപ്പൊ പാൽ തരുന്നത് ആരൊക്കെയാണ്? പശു, ആട്. ഇനി മുട്ട. മുട്ട തരുന്നത് ആരൊക്കെയാ? മുട്ട തരുന്നത് ആരൊക്കെയാ? കോഴി. കോഴി. താറാവ്. പാൽ തരുന്ന മൃഗങ്ങൾ ആരൊക്കെയാ? പശു, ആട്. മുട്ട തരുന്നത് ആരൊക്കെയാ? കോഴി, താറാവ്. ഓക്കെ. എലിയെ പിടിക്കുന്നത് ആരാ? പൂച്ച. വീടിന് കാവൽ നിൽക്കുന്നത് ആരാ? നായ. എലിയെ പിടിക്കുന്നത് പൂച്ച. വീടിന് കാവൽ നിൽക്കുന്നത് ആരാ? നായ. അപ്പൊ ഇങ്ങനെ ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതുമല്ലോ. തെറ്റിക്കില്ലല്ലോ നിങ്ങൾ. അടുത്തത് നോക്കാം. ഇവിടെ വരച്ചു ചേർക്കാനാണ് കേട്ടോ. വരികൾ കൂട്ടിച്ചേർക്കാൻ. കാക്കയ്ക്കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം. അങ്ങനെയാണെങ്കിൽ തത്തയ്ക്കുണ്ടൊരു കുപ്പായം എങ്ങനെ എഴുതുക? തത്തയ്ക്കുണ്ടൊരു കുപ്പായം, പച്ചക്കുപ്പായം. പച്ച. കുപ്പായം. തത്തയ്ക്കുണ്ടൊരു കുപ്പായം, പച്ചക്കുപ്പായം. പൊന്മാനുണ്ടൊരു കുപ്പായം, നീലക്കുപ്പായം. നീലക്കുപ്പായം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് 2 വരികൾ നൽകിയിട്ടുണ്ടാവും. അതേ മാതൃകയിൽ താഴെയുള്ളത് എഴുതാൻ പറയും. കാക്കയ്ക്കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം. തത്തയ്ക്കുണ്ടൊരു കുപ്പായം, കറുത്ത കുപ്പായം എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. തത്തയുടെ നിറം എന്താ? പച്ച. അപ്പോൾ പച്ചക്കുപ്പായം. പൊന്മാനുണ്ടൊരു കുപ്പായം, നീലക്കുപ്പായം.
അപ്പോൾ വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാനുണ്ടാവും. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപോലെ വരുന്ന എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ എഴുതുക. എന്നിട്ട് എവിടെയാണോ മാറ്റം വരുത്തേണ്ടത് അത് ആ വാക്ക് മാത്രം മാറ്റി കൊടുക്കുക. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 9. താഴെ നൽകിയിട്ടുള്ള ചിത്രത്തിലെ പൂക്കളുടെ പേര് എഴുതുക. അവയ്ക്ക് അനുയോജ്യമായ നിറവും നൽകുക. താഴെ നൽകിയിട്ടുള്ള ചിത്രത്തിലെ പൂക്കളുടെ പേര് എഴുതുക. പൂക്കൾക്ക് അനുയോജ്യമായ നിറവും നൽകുക. ഓക്കെ, നമുക്ക് എഴുതാം. ആദ്യം നമ്മൾ എഴുതാൻ പോകുന്നത് ഇതാരാണ്? ചെമ്പരത്തി. ചെമ്പരത്തി. ചേ എഴുതുക. ചേ ചേ മ്പ. ചെമ്പ ര ത്തി. ചെമ്പരത്തി. ചെമ്പരത്തി. ഇതാരാണ്? ചെമ്പരത്തി. ഈ പൂവിന്റെ പേരെന്താണ്? ഈ പൂവിന്റെ പേരെന്താ? ജമന്തി. ജ മ ന്തി. ജമന്തി. ജമന്തി. ചെമ്പരത്തി, ജമന്തി. ഇതേത് പൂവാണ്? ഇതേത് പൂവാ? മുല്ല. 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 ഇനി ഇവിടെ ഒരു പൂവില്ലേ? ഇതേത് പൂവാ? ഈ പൂവിന്റെ പേരെന്താ? അതേത് പൂവാ? ഈ പൂവിന്റെ പേരെന്താ? റോസ. ആ പൂവിന്റെ പേരെന്താണ്? റോസ. 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 ഇനി ഇതേത് പൂവാണ്? ഇതേത് പൂവാണ്? ഈ പൂവിന്റെ പേരെന്താ? പിച്ചി. ഇത് മുല്ല, ഇത് പിച്ചി. 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 ഇതേത് പൂവാണ്? തെച്ചി. 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 ഇതേത് പൂവാണ്? ആമ്പൽ. ആമ്പൽ. അതുപോലെ തന്നെ വെള്ളത്തിൽ വളരുന്ന മറ്റൊരു പൂവാണ് താമര. ഈ പൂവിന്റെ പേരെന്താണ്? ആമ്പൽ. ആമ്പൽ. ഇതേത് പൂവാണ്? കാക്കപ്പൂവ്. ഏത് പൂവാണ്? കാക്കപ്പൂവ്. കാക്ക പൂവ്. കാക്കപ്പൂവ്. അപ്പൊ നമ്മളുടെ ഒത്തിരി പൂക്കൾ പഠിച്ചു. ഏതൊക്കെയാണ്? പൂക്കളുടെ പേരെന്താ? ചെമ്പരത്തി, ജമന്തി, മുല്ല, പിച്ചി, റോസ, തെച്ചി, ആമ്പൽ, കാക്കപ്പൂവ്. കാക്കപ്പൂവിന് എന്താ നിറം? കാക്കപ്പൂവിന് നിറം നൽകാൻ പറഞ്ഞാൽ കാക്കപ്പൂവിന് എന്ത് നിറമാണ് നൽകുക നിങ്ങൾ? കാക്കപ്പൂവിന്റെ നിറം എന്താ? കാക്കപ്പൂവിന് നീല നിറമാണ് കേട്ടോ. കാക്കപ്പൂവിന്റെ നിറം എന്താണ്? നീല. കാക്കപ്പൂവിന് എന്ത് നിറമാണ്? നീല. തെറ്റിക്കല്ലേ. കാക്കപ്പൂവിന്റെ നിറം എന്താ? നീല. നീല നിറത്തിലാണ് കാക്കപ്പൂ. ഓക്കെ. ചെമ്പരത്തിപ്പൂ പല നിറത്തിലുണ്ട്, ജമന്തിപ്പൂ പല നിറത്തിലുണ്ട്, റോസാപ്പൂവ് പല നിറത്തിലുണ്ട്, തെച്ചിപ്പൂവ് പല നിറത്തിലുണ്ട്, ആമ്പൽ പൂവുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലും കാണുന്നത് ചെമ്പരത്തി, ചുവപ്പ് ചെമ്പരത്തി, മഞ്ഞ ജമന്തി, ചുവപ്പ് റോസ്, ഓക്കെ, പിങ്ക് കളർ ആമ്പൽ, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നീല പോലത്തെ കളർ ആമ്പലുണ്ട്. അപ്പൊ നിറം നൽകാൻ എല്ലാവർക്കും അറിയാലോ. ഇതിൽ നിന്ന് ചോദിക്കുന്ന അടുത്ത ചോദ്യം എന്താണെന്ന് അറിയാവോ? വെള്ള നിറത്തിലുള്ള പൂക്കൾ ഏതൊക്കെയായിരുന്നു? വെള്ള നിറത്തിലുള്ള പൂക്കൾ മുല്ല, പിച്ചി. വെള്ള നിറത്തിലുള്ള പൂക്കൾ ഏതൊക്കെയായിരുന്നു? മുല്ല, പിച്ചി. വെള്ള നിറത്തിലുള്ള പൂക്കൾ മുല്ല. ഒന്നാമത്തത് മുല്ല. മുല്ല വെള്ള നിറമായിരുന്നു. പിച്ചി. പിച്ചിയും വെള്ള നിറത്തിലുള്ള പൂവായിരുന്നു. ഓക്കെ. ഈ പൂക്കളിൽ നിറയെ പൂക്കൾ ഉള്ളത് ഏതാ? വലിയ പൂക്കൾ. വലിയ പൂക്കൾ. വലിയ പൂക്കൾ. ചെമ്പരത്തി വലിയ പൂവാണ്. ചെമ്പരത്തി വലിയ പൂവാണ്. റോസ വലിയ പൂവാണ്. ആമ്പൽ വലിയ പൂവാണ്. ജമന്തി വലിയ പൂവാണ്. വലുതാണ് അല്ലേ? ജമന്തിയും ചെമ്പരത്തിയും റോസയും എല്ലാം എന്താ? വലുതാണ്.
ചെറിയ പൂക്കൾ ഏതൊക്കെയാണ്? മുല്ല ചെറിയ പൂവാണ്, പിച്ചി ചെറിയ പൂവാണ്, തെച്ചി ചെറിയ പൂവാണ്, കാക്കപ്പൂവ് ചെറിയ പൂവാണ്. ഓക്കെ, അപ്പൊ വലിയ പൂക്കൾ ചെറിയ പൂക്കൾ എഴുതാൻ പറഞ്ഞ വലിയ പൂക്കൾ ഏതൊക്കെ എഴുതുക? വലിയ പൂക്കൾ നിങ്ങൾ ഏതൊക്കെ എഴുതുക? വലുത്. വലിയ പൂക്കൾ ഏതൊക്കെ എഴുതുക? വലിയ പൂക്കൾ വലുത്. ഏതൊക്കെയാണ് വലിയ പൂക്കൾ? ചെമ്പരത്തി, ആമ്പൽ, പിന്നെ അതുപോലെ നമുക്ക് എഴുതാൻ പറ്റുന്നത് തന്നെയാണ് താമര, റോസ. ഇതൊക്കെ വലിയ പൂക്കളാണ്. ചെറിയ പൂക്കൾ ഏതൊക്കെയാണ്? ചെറിയ പൂക്കൾ ചെറുത്. മുല്ല, പിച്ചി, തെച്ചി, കാക്കപ്പൂവ്, ഇതെല്ലാം ചെറിയ പൂക്കളാണ്. അപ്പൊ വലിയ പൂക്കൾ, ചെറിയ പൂക്കൾ, അത് മനസ്സിലായല്ലോ. വെള്ള നിറത്തിലുള്ള പൂക്കൾ മുല്ല, പിച്ചി. ഇനി മണമുള്ള പൂക്കൾ ഏതാ? മണമുള്ള പൂക്കൾ മുല്ലയ്ക്ക് മണമുണ്ട്, മുല്ലപ്പൂവിന് മണമുണ്ട്, പിച്ചിപ്പൂവിന് മണമുണ്ട്, മുല്ലപ്പൂവിനും പിച്ചിപ്പൂവിനും മണമുണ്ട്, റോസിനും മണമുണ്ട്. മുല്ല, പിച്ചി, റോസ്, ഇതിനെല്ലാം മണമുണ്ട്. മണമില്ലാത്ത പൂക്കൾ ഏതൊക്കെയാണ്? ചെമ്പരത്തിക്ക് മണമില്ല, തെച്ചിക്ക് മണമില്ല, ആമ്പൽ പൂവിന് മണമില്ല, ജമന്തി പൂവിന് മണമില്ല. അപ്പോൾ മണമുള്ള പൂക്കൾ, മണമില്ലാത്ത പൂക്കൾ. ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പൂക്കളുടെ പേര് പഠിച്ചു, പൂക്കളുടെ നിറം പഠിച്ചു, വലിയ പൂക്കളും ചെറിയ പൂക്കളും പഠിച്ചു. ഇനി വേറെ എന്താ ഇപ്പൊ പഠിച്ചേ? മണമുള്ള പൂക്കൾ, മണമില്ലാത്ത പൂക്കൾ. മനസ്സിലായോ? നാളത്തെ എക്സാമിന് ആരും തെറ്റിക്കില്ലല്ലോ. പട്ടം താഴേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടു? പട്ടം താഴേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടു? ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? ഇതെന്താണ്? വീട്. വീട് കണ്ടു, വീട് കണ്ടു. വേറെ എന്താ കണ്ടേ? കുളം. കുളം കണ്ടു, കുളം കണ്ടു. മരങ്ങൾ. മരങ്ങൾ കണ്ടു. വാഹനങ്ങൾ, വണ്ടി. വണ്ടികൾ കണ്ടു, അല്ലെങ്കിൽ വാഹനങ്ങൾ കണ്ടു. വാഹനങ്ങൾ കണ്ടു. മേഘം. മേഘം കണ്ടു. മഴ. മഴ കണ്ടു. മഴവില്ല്. മഴവില്ല് കണ്ടു. മലകൾ കണ്ടു. മൃഗങ്ങളെ കണ്ടു. ഇവിടെ മൃഗങ്ങളുണ്ട്. മൃഗങ്ങളെ കണ്ടു. തെറ്റാതെ എല്ലാവരും എഴുതുമല്ലോ. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെ കണ്ടു? ഇവിടെ നോക്കി കിളിക്കൂട് കാണാം കേട്ടോ. കിളിക്കൂട്. ഇവിടെ ഒരു കിളിക്കൂട് കണ്ടു. നിങ്ങൾ ശ്രദ്ധയോടെ പിക്ചർ നോക്കിയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ എക്സാമിന് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, നാളെ നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ശേഷം എക്സാം ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ചോദിച്ചു, നിങ്ങൾ എഴുതി ശരിയാണോ എന്നൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.